+2 എക്കണോമിക്സ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മുൻഭാഗത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്ലേലിസ്റ്റുകൾ ചാനലിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ചാപ്റ്റർ 2 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ്. ഈ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്റർ, അത്യാവശ്യം ക്വസ്റ്റ്യൻസും ചോദിക്കാറുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഒരു 2 മാർക്കിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പഠിക്കുമ്പോൾ അതിൻ്റെ മെഷേഴ്സ് ആയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റിയും കൂടി എന്താണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4-മത്തെയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അത് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡയഗ്രാം മാർക്ക് അനുസരിച്ചിട്ട് വരയ്ക്കുക. 4 മാർക്കിനാണ് കൂടുതലും ചോദിച്ച് കണ്ടേക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് വരയ്ക്കുക. പിന്നെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ P1x1 + P2x2 = m എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ഇതെല്ലാം ആണ്. 6-മത്തെ ക്വസ്റ്റ്യൻ, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ ഗ്രാഫ് അടക്കം പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് ഡിമാൻഡ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, അതിൻ്റെയൊക്കെ പഠിക്കുമ്പോൾ ഈ ഡയഗ്രാം അടക്കം പഠിക്കണം. അതും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. ΔQ/ΔP × P/Q എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനും പഠിക്കേണ്ടതാണ്. പിന്നെ ചാപ്റ്റർ 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഇതിൽ നിന്ന് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ഇത് വെച്ചിട്ട് പ്രോബ്ലം പഠിക്കണം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷനിൽ വരുന്ന IRS, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. പിന്നെ ഷോർട്ട് റൺ കോസ്റ്റ് ആയ ഈ കർവുകൾ, ഈ 3-ൻ്റെയും കർവുകൾ പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രോബ്ലം TFC, TVC, AC, AAVC, AFC, MC, ഇതൊക്കെ വരുന്ന പ്രോബ്ലം നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ 4 തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആ ചാപ്റ്ററിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഇത് കണ്ടുപിടിക്കേണ്ടത് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് എ കോമ്പറ്റീഷൻ ഓഫ് ഫേം. ഈ ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ സപ്ലൈ കർവിലും ഷോർട്ട് റൺ അല്ലെങ്കിൽ ലോങ് റൺ, ഇതിലും ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അതിൻ്റെ പേഴ്സൻറ്റേജ് മെത്തേഡും ജോമെട്രിക് മെത്തേഡും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ 5 മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇതിൽ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, QD = QS എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം പഠിക്കണം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പഠിക്കേണ്ടതാണ്. പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ, സ്ഥിരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ഡയഗ്രാം കൂടി പഠിക്കേണ്ടതാണ്.